സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ വലയ്ക്കുകയാണ്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പരമാവധി സർവീസുകൾ KSRTC നടത്തുന്നുണ്ട്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തു നിന്ന് CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകളെയാണ്, കോഴിക്കോട് ഉൾപ്പെടെ. ആ മേഖലയിലൊക്കെ എത്രത്തോളം കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഈ സ്വകാര്യ ബസ് സമരം? ശ്രീജ പറഞ്ഞതുപോലെ ഈ മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും അധികം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ് സമരം തീർച്ചയായിട്ടും യാത്രക്കാരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ജംഗ്ഷനിലാണ്. നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലെ കാഴ്ചകൾ കാണാം. നമുക്ക് ഇവിടെ സാധാരണയിൽ തന്നെ സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ ഈ പാലം അടച്ചുള്ള നിർമ്മാണം കാരണം കുറവാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ ബസ് സമരം കൂടി വന്നിരിക്കുന്നത്. ആളുകളൊക്കെ പല ഭാഗത്തായിട്ട് നിൽക്കുന്നത്. കേൾക്കൂ, എവിടെ പോകുക? എവിടെ പോവാ? ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് പോകാം. എങ്ങനെ പോവാ? ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്നു പോകാം. നടന്നു പോകേണ്ടി വരും. ബസ്സില്ലാത്തതുകൊണ്ട് നടന്നു പോകേണ്ടി വരും. സാധാരണ ഇവിടുന്ന് തന്നെ പോകണം അല്ലേ? ഇവിടെ നിന്നുള്ള നമുക്ക് കാണാം യാത്രക്കാരൊക്കെ വളരെ കുറവാണ്. കാരണം ഈ ബസ് സമരത്തെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് തന്നെ. ഇത് സ്കൂൾ ബസ് വരുമോ? സ്കൂൾ ബസ്സിന് ലൈൻ ബസ്സിലെ പോലെ. ലൈൻ ബസ്സിലെ പോലെ. ലൈൻ ബസ്സിലാണ് പോലെ. എന്താ ചെയ്യണിപ്പോൾ? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെ പോകാനിപ്പോൾ? ബസ് വരുന്ന കാത്തിക്കാണ്. ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരും അല്ലേ? അറിയില്ല. ബുദ്ധിമുട്ടായി. ഈ ബസ് സമരത്തെക്കുറിച്ച് അറിയുമെങ്കിലും ഓട്ടോറിക്ഷയും മറ്റുമൊക്കെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് പലരും കാത്തു നിൽക്കുന്നത്. ഇവിടെ രാവിലെ ജോലിക്ക് പോകാൻ നിൽക്കുന്ന സ്ത്രീകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് അവരൊക്കെ. ചേച്ചി എവിടേക്കാണ് പോകുന്നത്? സ്കൂളിക്ക്. എങ്ങനെ പോകാനിപ്പോൾ ബസ് സമരം? ഓട്ടോറിക്ഷ കിട്ടിയാൽ പോകണോ? ബസ് സമരം അറിഞ്ഞിരുന്നില്ലേ? ബസ് സമരത്തിൻ്റെ ബസ് കിട്ടുന്ന അറിഞ്ഞു. ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരും അല്ലേ? പലരും ബസ് കാത്തു നിൽക്കുന്നുണ്ട്. ചേച്ചി എവിടേക്കാ? തിരൂർക്കാട് സ്കൂൾ. ഓട്ടോറിക്ഷയിൽ പോകണം. ഓട്ടോറിക്ഷയിൽ പോകണം. ഈ ബസ് സമരവും ഒന്നാമത് ഇവിടെ ബസ് ഇല്ലാത്ത നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ടാ. നടന്നു പോരണ്ടേ? നടന്നു പോകേണ്ടി വരും. ചേച്ചി എവിടെയാ? സ്കൂൾ ബസ് കാത്തിട്ട് സ്കൂൾ ബസ് വരും. അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് പോകുന്നതാണ്. ഇവിടെ ഈ പല ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ഈ അങ്ങാടിപ്പുറം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. അപ്പോൾ പലരും ദൂരെ നിന്നൊക്കെ വന്നു നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഏടോ പോകുന്നത്? കേട്ടാ മലപ്പുറത്താണ്. ഇപ്പോൾ എങ്ങനെ ഇവിടെ KSRTC ഉണ്ടാവും? ഈ വഴി വരാറില്ല? ഇപ്പോൾ വരാറില്ല. നോക്കട്ടെ എങ്ങനെയും ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരും അല്ലേ? ഇവിടെ ഈ റോഡ് പണിയൊക്കെ ആയിട്ട് പാലമണിയായിട്ട് ബസ് സമരം കൂടിയാണല്ലോ. ശരിക്കും ബസ് സമരം ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ കുറേ കാലമായാലും ഉണ്ടായിട്ട് അനിശ്ചിതകാല സമരമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം ആളുകളൊക്കെ ഈ ഓട്ടോറിക്ഷയിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. പലരും പല ഭാഗങ്ങളിലേക്കായിട്ട് മലപ്പുറത്തേക്കൊക്കെ പോകുന്നവരാണ് ഏറ്റവും അധികം ഉള്ളത്. ഇന്ന് ബസ് സമരമായിട്ട് ഒരുപാട് പേര് ചേർന്നുണ്ടോ? യോജിപ്പല്ലേ നമ്മള്. ആകെ നിങ്ങളെ മാത്രം ആശ്രയമുള്ളൂ അല്ലേ? ഈ ബസ് സമരം കൊണ്ട് കുറച്ചൊന്ന് ഗുണം കിട്ടുക ഒരു പക്ഷേ ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ ആയിരിക്കും. സാധാരണ ഓട്ടോറിക്ഷയിൽ കയറാത്തവരിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറേണ്ട സാഹചര്യം ഉണ്ടാകുന്ന ഉറപ്പാണ്. എന്താണെങ്കിലും നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധി ഉണ്ട് ഈ ഒരു ബസ് സമരം കാരണം ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് ഗതാഗതം നടത്തുന്നവരാണ് മലപ്പുറം ജില്ലയിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ് സമരത്തിൻ്റെ ദുരിതം ഏറ്റവും അധികം വരും മണിക്കൂറുകളിലായിരിക്കും അറിയുക. പ്രത്യേകിച്ച് ഓഫീസ് സമയവും സ്കൂൾ സമയമൊക്കെ ആവുന്ന ആ സമയത്തേക്ക്. അപ്പോഴേക്കും ഈ ഒരു യാത്രാ ദുരിതത്തിൻ്റെ കാഴ്ചകൾ ഇതുപോലെ ആകില്ല എന്ന് ഉറപ്പാണ്. അങ്ങാടിപ്പുറത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം കൂടിയുള്ളത് ഇതുവഴി പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്, പാലം അപ്രോച്ച് റോഡിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് ബസ്സുകളൊന്നും ഈ വഴി സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ KSRTCയും ഇതുവഴി സർവീസ് നടത്തില്ല. അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ശരിക്കും ഈ ഓട്ടോറിക്ഷകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെയായിരിക്കും ആശ്രയമുണ്ടാവുക. എന്നാണെങ്കിലും ബസ് സമരം മലപ്പുറം ജില്ലയിലെ വലിയ ഒരു വിഭാഗം ജനങ്ങളെ ദുരിതത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീജ. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലൊക്കെ പൂർണ്ണമായും സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന ആളുകളുണ്ട്. ചെറിയ റൂട്ടുകളിലൊക്കെ
പൂർണ്ണമായും സ്വകാര്യ ബസ്സുകൾ തന്നെയാണുള്ളത്. അവിടെയൊക്കെ കാര്യമായി തന്നെ ബസ് സമരം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇപ്പോൾ ഈ രാവിലെ തിരക്കൊക്കെ തുടങ്ങും മുമ്പ് തന്നെ ആളുകളൊക്കെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. KSRTC സർവീസുകളൊക്കെ മറ്റ് മേഖലയിൽ ആശ്വാസമാവുമെങ്കിലും ഇത്തരം മേഖലകളിൽ ഈ സ്വകാര്യ ബസ്സുകളെ പൂർണ്ണമായും ആശ്രയിക്കുന്ന മേഖലകളിൽ വലിയ ഫലം ഉണ്ടാക്കില്ല. അതുകൊണ്ട് എന്തായാലും സ്വകാര്യ ബസ് സമരം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വകാര്യ ബസ് ഉടമകൾ ഇങ്ങനൊരു പണിമുടക്കൊക്കെയായി രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്ന് പൂർണ്ണമായും വലഞ്ഞിരിക്കുകയാണ് ആ മേഖലകളിലൊക്കെ.